നമസ്കാരം. വെനിസ്വേലയുടെ മുൻ പ്രസിഡന്റ് എന്ന് തന്നെ പറയണം, കാരണം ഇപ്പോൾ അദ്ദേഹം പ്രസിഡന്റ് അല്ല. താൽക്കാലികമായിട്ടുള്ള വെനിസ്വേലയുടെ പ്രസിഡന്റായിട്ട് വൈസ് പ്രസിഡന്റായിട്ടുള്ള ഡെൽസി റോഡ്രിഗസ് ചുമതലയേറ്റ് കഴിഞ്ഞു. വെനിസ്വേലയുടെ മുൻ പ്രസിഡന്റായിട്ടുള്ള നിക്കോളാസ് മഡോറോയെ അമേരിക്കൻ സൈന്യം അറസ്റ്റ് ചെയ്ത് അമേരിക്കയിലേക്ക് തട്ടിക്കൊണ്ടുപോയി എന്ന് വെനിസ്വേല ഭരണവൃത്തങ്ങൾ പറയുന്നു. തട്ടിക്കൊണ്ടുപോയത് തന്നെയാണ്, അതാണ് സത്യം. ഒരു രാജ്യത്ത് കടന്നു കയറി ആ രാജ്യത്തെ പ്രസിഡന്റിനെയും അദ്ദേഹത്തിൻ്റെ പത്നിയെയും പിടിച്ചുകൊണ്ടുപോവുക തന്നെയാണ് അമേരിക്ക ചെയ്തിരിക്കുന്നത്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ തത്വമയി ന്യൂസ് തന്നെ പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. ഇപ്പോൾ ആ വാർത്തയുടെ ആ അനന്തരഫലങ്ങളും അതിൻ്റെ അനുരണങ്ങളും എങ്ങനെ ഏഷ്യയിലും ലോകമാകമാനവും പ്രതിഫലിക്കും, ഒപ്പം അമേരിക്കയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ളൊരു ചുരുങ്ങിയ വീഡിയോ ആണിത്. എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടുള്ള ഇതിൻ്റെ ഒരു അനന്തരഫലം അല്ലെങ്കിൽ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത് ട്രംപിൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് തന്നെ, അമേരിക്കയുടെ ഉള്ളിലുള്ള ട്രംപിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളിൽ ഒരാൾ എന്ന് പറയാവുന്ന സൊഹ്റാൻ മംദാനിയിൽ നിന്നാണ്. അതായത് ന്യൂയോർക്ക് നഗരത്തിൻ്റെ മേയറായ സൊഹ്റാൻ മംദാനി. ഇത് നിയമപരമായിട്ടുള്ളൊരു കാര്യമല്ല ട്രംപ് ചെയ്തിരിക്കുന്നത്. ഇതൊരു യുദ്ധപ്രഖ്യാപനം തന്നെയാണ് വെനിസ്വേലയുമായി അമേരിക്ക നടത്തിയിരിക്കുന്നത്. കോൺഗ്രസിനെ ഒന്നും അറിയിക്കാതെ ഇത് ചെയ്തത് നിയമവിരുദ്ധമാണ് തുടങ്ങിയ നിരവധി പ്രസ്താവനകൾ സൊഹ്റാൻ മംദാനിയുടെ ഭാഗത്തു നിന്നും ഉയർന്നിട്ടുണ്ട്. ഈ വിഷയത്തെ സംബന്ധിച്ച് നിക്കോളാസ് മഡോറോയെ അമേരിക്കൻ സൈന്യം അറസ്റ്റ് ചെയ്തതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, കോൺഗ്രസിനെ അറിയിക്കാതെയാണ്, അല്ലെങ്കിൽ സെനറ്റിനെയോ കോൺഗ്രസിനെയോ ഒന്നും അറിയിക്കാതെയാണ് അമേരിക്കൻ പ്രസിഡന്റ് നേരിട്ട് ഈ നീക്കം നടത്തിയത് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അങ്ങനെ തന്നെയാണ് ഈ ഓപ്പറേഷൻ തയ്യാറാക്കപ്പെട്ടതും നടപ്പാക്കപ്പെട്ടതും. അതിനൊരു കാരണമായി രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് പണ്ട് ജോൺ എഫ് കെന്നഡിയുടെ കാലത്തുള്ള ബേ ഓഫ് പിഗ്സിൻ്റെ അനുഭവമാണ്. കാരണം ഫിഡൽ കാസ്ട്രോയെ നിഷ്കാസനാക്കുവാനായി, അധികാരത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യുവാനായി CIA ഒരു പദ്ധതി മാഫിയയുടെ സഹായത്തോടു കൂടി തയ്യാറാക്കപ്പെടുകയും ഒപ്പം കോൺഗ്രസിനെ അറിയിച്ചിട്ട് ആ പദ്ധതി നടപ്പാക്കുവാൻ ശ്രമിക്കുമ്പോൾ ആ വിവരം കാസ്ട്രോയ്ക്ക് ചോർന്ന് കിട്ടി. ഈ ബേ ഓഫ് പിഗിൽ ഉൾപ്പെട്ട എല്ലാവരും ഒന്നുകിൽ പിടിക്കപ്പെടുകയോ അല്ലെങ്കിൽ കൊല്ലപ്പെടുകയോ ചെയ്തു. അമേരിക്ക ലോകത്തിൻ്റെ മുമ്പിൽ നാണം കെട്ടിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ സംഭവത്തിൻ്റെ ഓർമ്മയിലായിരിക്കണം കോൺഗ്രസുമായോ സെനറ്റുമായോ ഈ ഓപ്പറേഷൻ്റെ വിവരം പങ്കുവയ്ക്കാതെ രഹസ്യമായി ട്രംപ് ഇത് നടപ്പാക്കിയത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ഇതിൻ്റെ ഈ വാർത്തയിൽ വില്ലനോ നായകനോ ഇല്ല. മംദാനി വില്ലനാണോ എന്ന് ചോദിച്ചാൽ മംദാനി മാത്രമേ ഉള്ളൂ വില്ലൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പോൾ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത് വെനസ്വേലയിൽ അമേരിക്ക നടത്തിയ ഓപ്പറേഷൻ്റെ ശരിതെറ്റുകളല്ല, ഇതിൻ്റെ അനുരണങ്ങൾ എങ്ങനെ അമേരിക്കയിൽ പ്രതിഫലിക്കും. അമേരിക്കയിൽ പ്രതിഫലിക്കാൻ പോകുന്നത് നീണ്ട കാലത്തേക്കുള്ള ഒരു പ്രതിഫലനമായിട്ടാണ് ഇത് കാണേണ്ടത്. കാരണം ഇത്രയും പ്രത്യക്ഷമായി അമേരിക്കയുടെ ഒരു നഗരത്തിൻ്റെ മേയർ തന്നെ അമേരിക്കയുടെ പ്രസിഡന്റിനെ എതിർക്കുമ്പോൾ എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നുവെന്ന് ചിന്തിക്കുക. മുൻപും എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഇത്രയും പ്രത്യക്ഷമായി ലോകത്തിൻ്റെ മുമ്പിൽ ഒരു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള പ്രതികരണങ്ങളൊന്നും ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. സാമൂഹ്യ മാധ്യമങ്ങൾ വന്നതിന് ശേഷവും എതിർപ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ട്രംപ് ജോ ബൈഡനും തമ്മിലുള്ള ഒരു വാക്പോരുകൾ, അല്ലെങ്കിൽ ജോ ബൈഡൻ്റെ ഭരണകൂടവുമായിട്ട് ട്രംപിൻ്റെ വാക്പോരുകൾ പോലും ഇത്രയും ഒരു തുറന്ന ആക്ഷേപത്തിലേക്ക് നീങ്ങിയിട്ടില്ല. ഇത് നീങ്ങുന്നത് മംദാനി എന്തിനെ പ്രതിനിധീകരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രതിഫലനമാണ്. മംദാനി സോഷ്യലിസ്റ്റ് മുഖംമൂടി അണിഞ്ഞ ഒരു ജിഹാദി മനസ്സുള്ള ഒരു വ്യക്തിയാണെന്നുള്ളതിൽ യാതൊരു സംശയവും രാഷ്ട്രീയ നിരീക്ഷകർക്കില്ല. ഇനി മുന്നോട്ടുള്ള കാലത്ത് മംദാനി ചെറുപ്പമാണ്, 34 അല്ലെങ്കിൽ 36, ഓർമ്മ പിശക് 36 34 വയസ്സാണ് മംദാനിക്കെന്ന് തോന്നുന്നു. ഇനിയും ഒരു 40 വർഷത്തെയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് രാഷ്ട്രീയ ജീവിതം അയാളുടെ മുന്നിലുണ്ട്. ആ രാഷ്ട്രീയ ജീവിതത്തിൽ മംദാനിക്ക് ഇപ്പോഴത്തെ ഭരണഘടനയനുസരിച്ച്, അമേരിക്കയുടെ ഭരണഘടനയനുസരിച്ച് ഒരു കാലത്തും അമേരിക്കയുടെ പ്രസിഡന്റ് ആകുവാൻ സാധിക്കില്ല. ഇനി ആ ഭരണഘടന തിരുത്തുവാൻ ഡെമോക്രാറ്റിക് പാർട്ടിയോളം മിടുക്കുള്ള മറ്റൊരു പാർട്ടിയും അമേരിക്കയിലില്ല. ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറയുന്നത് ഇപ്പോൾ അമേരിക്കയുടെ പ്രതിപക്ഷം എന്ന് വിളിക്കാവുന്ന പാർട്ടിയാണ്. മുൻപ് ഭരണത്തിലുണ്ടായിരുന്ന ജോ ബൈഡൻ്റെ അല്ലെങ്കിൽ കമലാ ഹാരിസിൻ്റെ, ഹിലാരി ക്ലിൻ്റൻ്റെ, ബിൽ ക്ലിൻ്റൻ്റെ ഒക്കെ പാർട്ടി ഭരണഘടന തിരുത്തി ഇനി നാളെ മുതൽ അമേരിക്കയിൽ ജനിക്കാത്ത അമേരിക്കൻ പൗരന്
അമേരിക്കയുടെ പ്രസിഡന്റ് ആകാമെന്നുള്ളൊരു വ്യവസ്ഥ ഭരണഘടനയിൽ കൊണ്ടുവന്നാൽ മംദാനിക്ക് സുഖമായി അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്നു കയറാം. ഇല്ലെങ്കിൽ ഇപ്പോൾ നിലനിൽക്കുന്ന നിയമമനുസരിച്ച് അമേരിക്കയിൽ ജനിക്കാത്തൊരു അമേരിക്കൻ പൗരന്, അമേരിക്കൻ മണ്ണിൽ ജനിക്കാത്തൊരു അമേരിക്കൻ പൗരന് അമേരിക്കൻ പ്രസിഡന്റ് ആവുക എന്നത് സാധ്യമല്ല. പക്ഷെ മംദാനിയെ പോലുള്ളവർക്ക്, അല്ലെങ്കിൽ മംദാനിയെ പിന്തുണയ്ക്കുന്ന ശക്തികൾക്ക്, മംദാനി പ്രതിനിധീകരിക്കുന്ന ശക്തികൾക്ക് മംദാനി പ്രസിഡന്റ് ആവുന്നത് വിഷയമേ അല്ല. അവർക്ക് ക്ഷമ എന്ന് പറയുന്നത്, അവർ പദ്ധതിയിടുന്നത് ഇസ്ലാമിക ശക്തികളുടെ കാര്യമാണ് ഈ പറയുന്നത്, ഇസ്ലാമിക ഭീകരവാദ ശക്തികളുടെ. അവർ പദ്ധതിയിടുന്നത് 20 കൊല്ലങ്ങൾ അല്ലെങ്കിൽ 200 കൊല്ലങ്ങൾ മുന്നോട്ടുള്ള പദ്ധതികളാണ്. അവർ പലപ്പോഴും പുരാതന കാലം മുതൽ ഈ രാഷ്ട്രീയ ഇസ്ലാം എന്നുള്ള ഒരു പ്രതിഭാസം നിലവിൽ വന്നതിന് ശേഷം 20 മുതൽ 200 വർഷങ്ങൾ നീളുന്ന പദ്ധതികളാണ് അവർ തയ്യാറാക്കുന്നത്. മംദാനി പ്രസിഡന്റ് ആയില്ല, അമേരിക്കയുടെ പ്രസിഡന്റ് ആയില്ലെങ്കിൽ മംദാനിക്കൊന്നുമില്ല. മംദാനിയുടെ മകൻ, അല്ലെങ്കിൽ മകൻ്റെ മകൻ, അല്ലെങ്കിൽ മംദാനിയുടെ ബന്ധുക്കളൊന്നുമല്ലാത്ത ഏതെങ്കിലും ഒരു ഇസ്ലാമിക ഭീകരവാദത്തെ പ്രതിനിധീകരിക്കുന്ന വ്യക്തി അമേരിക്കയുടെ പ്രസിഡന്റ് ആവുക. ഇനി ഇതൊന്നും നടന്നില്ലെങ്കിൽ വ്യാജ രേഖകളുണ്ടാക്കിയും അമേരിക്കൻ പൗരത്വം ഇവിടെയാണ് ജനിച്ചത്, അമേരിക്കൻ മണ്ണിൽ തന്നെയാണ് ജനിച്ചത് എന്നുള്ളത് തെളിയിക്കുവാനുള്ള ശക്തികളെയും കൊണ്ടുവന്നേക്കാം മുന്നിലേക്ക്. അതും അവർക്ക് പുത്തിരിയൊന്നുമില്ല. കാരണം ഇപ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നിയന്ത്രണം ഏതാണ്ട് പൂർണ്ണമായി ഒരു തീവ്ര ഇടതുപക്ഷമെന്ന് പ്രത്യക്ഷത്തിൽ വിളിക്കുന്ന, എന്നാൽ പൂർണ്ണമായും ഇസ്ലാമിക ഭീകരവാദ മനോഭാവം ഉൾക്കൊള്ളുന്ന, അല്ലെങ്കിൽ ഉള്ളിൽ ഒളിപ്പിക്കുന്ന, ഇപ്പോൾ തെളിവായി പ്രകടിപ്പിക്കുന്ന ശക്തികളുടെ കയ്യിലേക്ക് നീങ്ങുകയാണ്. ഇലിയാൻ ഒമർ പോലുള്ളവർ അതിൻ്റെ പ്രതിനിധികളാണ്. മംദാനി ആണ് അവരുടെ ഏറ്റവും മിനുക്കവും തിളക്കവുമുള്ള പോസ്റ്റർ ബോയ്. ആ പോസ്റ്റർ ബോയ് ഉപയോഗിച്ച് അമേരിക്കയെ ഉള്ളിൽ നിന്ന് തന്നെ ദുർബലപ്പെടുത്തി അമേരിക്കയുടെ അധികാരത്തിൻ്റെ തലപ്പത്തേക്ക് ഒരു ഇസ്ലാമിക ശക്തിയെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിയെ, അല്ലെങ്കിൽ വ്യക്തികളെ പൂർണ്ണമായും കൊണ്ടുവരിക എന്നുള്ളൊരു നീക്കത്തിൻ്റെ തുടക്കമാണ് മംദാനി ന്യൂയോർക്കിൽ മേയറായത്. അത്തരമൊരു പ്രതിനിധി ട്രംപിനെ ഇങ്ങനെ എതിർക്കുന്നത് ട്രംപ് സൂക്ഷിക്കേണ്ട കാര്യമാണ്, അമേരിക്ക സൂക്ഷിക്കേണ്ട കാര്യമാണ്. ട്രംപിനെ ഇനി അധികം സൂക്ഷിക്കാനൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ മുന്നിലുള്ള ഏക ലക്ഷ്യം 82-ാം വയസ്സിൽ അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുമ്പോൾ സ്വന്തം മക്കളെയും മരുമക്കളെയും സുരക്ഷിതമാക്കി അവരുടെ സമ്പത്ത് വർദ്ധിപ്പിച്ച് അവരുടെയും സ്വന്തം ഭാവി തലമുറയുടെയും ജീവിതങ്ങൾ സുരക്ഷിതമാക്കുക എന്നുള്ള ഏക ലക്ഷ്യം മാത്രമാണ് ഇപ്പോൾ ട്രംപിൻ്റെ മുമ്പിലുള്ളത്. അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുവാൻ പോകുന്നത് അമേരിക്കക്കാരാണ്. ഒപ്പം അതിൻ്റെ അനുരണങ്ങൾ ലോകരാഷ്ട്രങ്ങളൊന്നാകെ അനുഭവിക്കുകയും വേണം. അതിൻ്റെ ആദ്യ പ്രതിഫലനം ഉണ്ടാകുവാൻ പോകുന്നത് എന്ന് ആഗോള രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഏഷ്യയിലാണ്. കാരണം ഇപ്പോൾ വെനിസ്വേലയിൽ നടത്തിയ ഈ കടന്നുകയറ്റം ഒരു മറയാക്കി, അല്ലെങ്കിൽ ഒരു കാരണമാക്കി ചൈന തായ്വാനെ ആക്രമിക്കുവാനോ അല്ലെങ്കിൽ പൂർണ്ണമായി പിടിച്ചെടുക്കുവാനോ സാധ്യതയുണ്ട് എന്നാണ് ആഗോള രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. അമേരിക്ക ചെയ്തില്ലേ, അതുപോലെ ഞങ്ങളും ചെയ്യുന്നു. കാരണം ഞങ്ങളുടെ ഒരു ഏകീകൃത ചൈനയുടെ ഭാഗം തന്നെയാണ് തായ്വാൻ എന്നാണ് ഞങ്ങൾ എല്ലാ കാലത്തും പറഞ്ഞിരുന്നത്. ഇപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള ചർച്ചകൾ നടക്കുകയാണ് എന്നാണ് ചൈന സർക്കാർ ലോകത്തോട് പറയുന്നത്. രാഷ്ട്രീയമായിട്ടുള്ള യാതൊരുവിധ ചർച്ചകളും ഈ വിഷയം സംബന്ധിച്ച്, അതായത് തായ്വാൻ പൂർണ്ണമായി ചൈനയോട് ചേരുന്നത് സംബന്ധിച്ച് നടക്കുന്നില്ല. ഒരു നയതന്ത്ര പ്രതിനിധികളെന്ന് പറയപ്പെടുന്നവർ തായ്വാൻ്റെ നയതന്ത്ര പ്രതിനിധികളെ പൂർണ്ണമായിട്ട് ചൈന അംഗീകരിച്ചിട്ട് പോലുമില്ല. അതുകൊണ്ടാണ് പറയപ്പെടുന്നവരെന്ന് പറയും. തമ്മിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്, പക്ഷേ അത് ഈ വിഷയത്തെ സംബന്ധിച്ചല്ല. ഇനി കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ചൈന ഒരല്പം സമയം കഴിയുമ്പോൾ, 2-3 ദിവസങ്ങൾ കഴിയുമ്പോൾ, അല്ലെങ്കിൽ ആഴ്ചകൾ തന്നെ കഴിയുമ്പോൾ ചൈന ഈ ചർച്ചകൾ പരാജയപ്പെട്ടു, ഞങ്ങൾ സൈനികമായിട്ട് തായ്വാനെ പിടിച്ചെടുക്കാൻ പോവുകയാണ് എന്നുള്ളൊരു നീക്കം നടത്തിയാൽ ലോകം പ്രതീക്ഷിക്കുന്നത് ഒരുപക്ഷെ അമേരിക്ക ചൈനയ്ക്ക് തടയിടുവാനായി ആ വിഷയത്തിൽ ഇടപെടുമെന്നുള്ളതാണ്. പക്ഷേ ട്രംപിൻ്റെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വാണിജ്യപരമായിട്ടുള്ള ഒരു കണ്ണ് വെച്ചിട്ടുള്ള ഒരു നീക്കങ്ങൾ മുൻനിർത്തി പറയുകയാണ്, ഇടപെടുവാൻ അമേരിക്ക ചൈനയെ തടയുവാനുള്ള സാധ്യതകൾ വളരെ വിരളമാണ്. സൈനിക ശക്തിയെ ട്രംപ് ഉപയോഗിക്കില്ല. ട്രംപ് ശ്രമിക്കുന്നത് തായ്വാനിൽ ചൈന അധികാരം പൂർണ്ണമായി സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് വരുന്ന സിലിക്കോൺ നിർമ്മാണം ഉൾപ്പെടെയുള്ള വൻ വ്യവസായ സംരംഭങ്ങളിൽ തൻ്റെ മക്കൾക്കും മരുമക്കൾക്കും എങ്ങനെ പങ്കാളികളാകാം എന്നുള്ളതായിരിക്കും ട്രംപിൻ്റെ പ്രാഥമികമായ നോട്ടം. അതിനുശേഷമേ തായ്വാൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ചിന്ത ട്രംപിൽ ഉയരുക തന്നെയുള്ളൂ.
തായ്വാനെ ചൈന പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലനങ്ങൾ ഭാരതത്തിലേക്കും വരും. അത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് വിശദമായി മറ്റൊരവസരത്തിൽ വീഡിയോ ചെയ്യാം. കാരണം അതൊരു 1 മണിക്കൂറിന് മേൽ ചർച്ച ചെയ്യേണ്ടതാണ്. RP സാറുമായിട്ടോ ആരെങ്കിലുമായിട്ട് ഭാരതത്തിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വിദഗ്ധന്മാരുമായിട്ട് കൂടി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമായതുകൊണ്ട് അതിലേക്കിപ്പോൾ കടക്കുന്നില്ല. ഇപ്പോൾ ഇത്രയും വിവരങ്ങളാണ് ഈ ട്രംപിൻ്റെ വെനിസ്വേലൻ കടന്നുകയറ്റം കൊണ്ടുണ്ടായ അനുരണങ്ങൾ, അല്ലെങ്കിൽ ഭാവിയിൽ ഉണ്ടാകുവാൻ പോകുന്ന, ഉണ്ടായേക്കാവുന്ന, ഏറ്റവും അടുത്ത കാലഘട്ടത്തിൽ ഉണ്ടായേക്കാവുന്ന കാര്യങ്ങൾ. നമസ്കാരം.